ഞാൻ ഈ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന സമയത്താണ് ഈ ചേട്ടൻ ഇങ്ങനെ പാടുന്നതൊക്കെ കേട്ടത്. അപ്പോൾ ഇങ്ങനെ ചേട്ടനോട് ഡീറ്റെയിൽസൊക്കെ ചോദിച്ചപ്പോഴാണ് ചേട്ടൻ പറയുന്നത് ഞാനിങ്ങനെ പണ്ടൊക്കെ പാടുമായിരുന്നു, യൂണിവേഴ്സിറ്റി ലെവലിലൊക്കെ ലളിതഗാനത്തിനൊക്കെ കിട്ടിയതാണ്. അപ്പോൾ അന്ന് അച്ഛൻ വിട്ടില്ല, അച്ഛന് പാട്ടിന് പോകാൻ താല്പര്യമില്ല. അത് തന്നെയല്ല ചേട്ടൻ്റെ പെങ്ങന്മാരും എല്ലാവരും പാട്ട് പാടുമായിരുന്നു. ഇന്ന് നമ്മൾ ചെടിയുടെ മരത്തിൻ്റെ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ മാംഗോ മെഡോസിലുള്ള ഒരു കലാകാരനെ പരിചയപ്പെടാം. അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊരു പാട്ട് പാടുന്നത് നമ്മുടെ ചേട്ടനാണ്. അപ്പോൾ ആ ചേട്ടനെ ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മുടെ ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ മാംഗോ മെഡോസ് ഫാമിലിയിലെ അംഗമാണ്. അപ്പോൾ വർഗീസ് എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ ചേട്ടനെ നമുക്കൊന്ന് പരിചയപ്പെടാം, ആളുടെ പാട്ടും ഒന്ന് കേൾക്കാം. എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ. എൻ സ്വപ്നരേണുക്കൾ രത്നങ്ങളായെങ്കിൽ എന്നും നവരത്നമണിഞ്ഞേനെ. എന്ന ശ്രുബിന്ദുക്കൾ പുഷ്പങ്ങളായെങ്കിൽ എന്നും മാധവമുണർന്നേനെ. എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ. എന്നനുഭൂതി തൻ സ്വർണ്ണദളങ്ങളാൽ നിൻ മോഹപുഷ്പകം അലങ്കരിക്കാം. എന്നനുഭൂതി തൻ സ്വർണ്ണദളങ്ങളാൽ നിൻ മോഹപുഷ്പകം അലങ്കരിക്കാം. നിൻ ത്യാഗമണ്ഡപയാഗാഗ്നി തന്നിലെ ചന്ദനധൂമമായി ഞാനുയരാം. എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ. എൻ സ്വപ്നരേണുക്കൾ രത്നങ്ങളായെങ്കിൽ എന്നും നവരത്നമണിഞ്ഞേനെ. സുന്ദരവാസന്ത മന്ദസമീരനായി നിൻ ജാലകങ്ങളെ തൊട്ടുണർത്താം. സുന്ദരവാസന്ത മന്ദസമീരനായി നിൻ ജാലകങ്ങളെ തൊട്ടുണർത്താം. പൂമിഴിത്താമര പൂവിതൾ തുമ്പിലെ പൂമൊത്തൊരുമ്മയാലൊപ്പിയേക്കാം. എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ. അപ്പം ഇതുപോലുള്ള എത്ര കലാകാരന്മാരല്ലേ. ഇപ്പോഴത്തെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. അവരുടെ കഴിവുകൾ കാണിച്ചു കൊടുക്കാനും, കാരണം അതിനൊക്കെ പ്ലാറ്റ്ഫോമുകൾ ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയകളും അതേപോലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ കിട്ടും. പക്ഷേ പണ്ടുള്ള ഇപ്പോൾ വർഗീസ് ചേട്ടനെ പോലുള്ളവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേട്ടനൊക്കെ പണ്ട് ആ പുള്ളിയുടെ ഇഷ്ടങ്ങൾക്ക് ആ വീട്ടുകാർ അത്രത്തോളം പ്രാധാന്യം കൊടുത്തില്ല. ചിലപ്പോൾ വേറൊരു ലെവലിൽ എത്തിപ്പോയേനെ ആൾ. അപ്പോൾ ആ ഒരു കലയെ പുള്ളിയുടെ മനസ്സിൽ തന്നെ ഉള്ളിൽ ഒതുക്കി പുള്ളി കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്തൊക്കെ ആളിങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടി ചുമ്മാ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ പാട്ടുകളൊക്കെ പാടിയിരിക്കുന്നു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു പ്ലാറ്റ്ഫോം അന്ന് കിട്ടിയിരുന്നെങ്കിൽ അവരും ഇതേപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ആയിട്ടും കൂടുതൽ അവരും ഫേമസ് ആയിട്ട് ഒരു സെലിബ്രിറ്റി ടൈപ്പിലോട്ടൊക്കെ എത്തിപ്പോയേനെ. പക്ഷെ എന്നാലും ചേട്ടൻ്റെ പാട്ട് കേട്ടപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കണം, ഇങ്ങനെയുള്ള കലാകാരന്മാരെ നമുക്കൊന്ന് പരിചയപ്പെടുത്തണം തോന്നി. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.